ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവും ഹൃതിയും പത്മാവതിയെ പോയി കണ്ടു. പത്മാവതി പറയാ, എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു തോന്നുന്നു. ഇതുവരെ ഒന്നും ഇല്ലമ്മേ. അല്ല, എന്തോ വലിയ കാര്യം നടക്കാൻ പോകുന്നു തോന്നല്. എൻ്റെ മനസ്സിനുള്ളിലൊരു ഭാരം. അതാ നിങ്ങളെ രണ്ടുപേരെയും കാണണമെന്ന് ഞാൻ പറഞ്ഞത്. മോളെ, അദ്ദേഹം ടാബ്ലറ്റൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കണം മോളെ, ടാബ്ലറ്റ് ഒന്നും മുടങ്ങാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മം. എനിക്കറിയാമേ. അദ്ദേഹത്തിന് ഒട്ടും ടെൻഷൻ ഇല്ലാതെ നോക്കണം. മാനസികമായ പിരിമുറുക്കം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടമ്മേ. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. അമ്മയ്ക്കറിയാമല്ലോ, വർമ്മ സാർ അടങ്ങിയോട്ട് ഇരിക്കത്തതുമില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും എൻ്റെ അച്ഛൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങളുടെ ഊർജവും വേഗതയൊക്കെ തന്നെ. അപകടം ഉണ്ടായതാ, പ്രായമായി വരുന്നതാ, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവില്ല. മോള് വേണം അച്ഛനെ കൂടുതൽ കെയർ ചെയ്യാൻ. ആരോഗ്യ പ്രശ്നം മൂലം അംബിക ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ സ്ഥാനം അംബികയുടെ പിടിപ്പുകേട് കൊണ്ട് ഇനി അത് അദ്ദേഹത്തിന്റെ ഊഴവ. നിങ്ങൾ രണ്ടുപേരും ഇടവും വലവും ഉണ്ടാകണം. അത് അദ്ദേഹത്തിന് ഇരട്ടി ബലം തരും. ഞങ്ങൾ ഉണ്ടാവുമേ അച്ഛനോടൊപ്പം. അമ്മേ, എനിക്ക് അമ്മയോട് മറ്റൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പെട്ടെന്ന് രാജു ചോദിക്കുക, എന്താ ഋതു? പെട്ടെന്ന് ഹൃതിയെ ഓർക്കുവാണ്. പ്രതാപനെ കാണിക്കാൻ വേണ്ടി സിസ്റ്റർ പവിത്ര എഴുതിയ പോലെ ഡയറി എഴുതി പ്രതാപൻ്റെ റൂമിൽ വെച്ചത്. അത് പറയണോ വേണ്ടയോ എന്ന് പെട്ടെന്ന് സംശയമായി. ഒന്നും പറയാതെ ഹൃതിയെ ഇരിക്കുമ്പോൾ രാജുവും പത്മാവതിയും ചോദിക്കും, എന്ത് പറ്റി? ഒന്നുമില്ല. അപ്പോൾ പത്മാവതിക്കൊരു സംശയം, എന്താ മോളെ സർപ്രൈസായിട്ട് പറയാനിരിക്കുന്നത്? എന്തെങ്കിലും നല്ല വിശേഷമാണോ? അതെ അമ്മേ, അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനും രാജു ആലോചിച്ചിരുന്നു. അതാണോ മോളെ? ഞാൻ കരുതിയത് അമ്മയറിയാത്ത എന്തോ സർപ്രൈസാ മോള് പറയാൻ പോകുന്നതെന്ന്. രാജുവും പത്മാവതിയും കരുതിയത് ഹൃതിക്ക് എന്തോ വിശേഷമുണ്ടെന്ന. രാജു സന്തോഷത്തോടെ ചോദിക്കുന്നു, ഞാൻ കരുതി മറ്റെന്തോ ആണ്. അതൊന്നുമല്ല, അങ്ങനെയുള്ള സർപ്രൈസ് ഒന്നുമില്ല. ഹൃതിക നാണത്തോടെ പറയുക. നടക്കാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ദീപക്കിനൊരു ക്ഷമയുമില്ല. അനന്തൻപിള്ള അങ്കിളിനെ ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട. മന്ത്രിയാകുന്നതോടൊപ്പം മകളെ കെട്ടിച്ചു തരാനും അങ്കിളിനോട് പറയണം. മിനിസ്റ്റർ ആയി കഴിയുമ്പോൾ ഹണിമൂണിനൊക്കെ വിദേശ ട്രിപ്പാണ് നല്ലത്. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. അനന്തൻപിള്ളയും കൂട്ടാളികളും ഭയങ്കര സന്തോഷമാണ്. 7 മണിയാകാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. എൻ്റെ ഈ പ്രസ് മീറ്റിംഗ് എങ്ങനെയൊക്കെയോ ലീക്കായോ എന്നൊരു സംശയമുണ്ട്. എല്ലാവരും വളരെ സസ്പെൻസിലാണ്. ജയം പറയാം, അങ്ങനെ തന്നെ വേണം. എല്ലാവരെയും സസ്പെൻസിൻ്റെ മുൾമുനെ തന്നെ നിർത്തണം. ജയ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ജയന് പാർട്ടി നേതാക്കന്മാരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? ആ പ്രതാപവർമ്മയോടോ, അംബികാവർമ്മയോടോ, അതോ ഈ പാവം അനന്തൻപിള്ളയോടോ? അതെന്തൊരു ചോദ്യമാണ് സാറേ ചോദിക്കുന്നത്. ദീപക്കന് വീണ്ടും ക്ഷമയില്ല. അനന്തൻപിള്ളയെ വിളിക്കുക. മോനെ ദീപക്കെ, എന്താ മോനെ? അങ്കിളെ, ഈ അവസാന നിമിഷത്തിൽ എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. മോൻ ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് ഓടി വന്നാലേ പലർക്കും ഡൗട്ട് അടിക്കും. എനിക്കിവിടെ സഹായത്തിന് മിസ്റ്റർ ജയനുണ്ടല്ലോ. അത് കേട്ടിട്ടപ്പോൾ ജയൻ ഇങ്ങനെ അങ്ങ് നെകളിച്ച് ചിരിക്കുവാണ്, എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ. അങ്കിളെ, ഈ 7 മണി വരെ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ സമയത്ത് രാജു അങ്ങോട്ട് പാസ് ചെയ്ത് പോവുകയാണ്. ഒരു ചെറു ചിരിയോടെ രാജു അവൻ്റെ റൂമിലോട്ട് ചെന്നിട്ട് ചോദിക്കുന്നത്, 7 മണിയായാൽ നിന്റെ സമാധാനം നഷ്ടപ്പെടാൻ എന്താടാ കാര്യം? ഒരു ബബ്ബെ, എന്തോ തരികടയുണ്ടല്ലോ. അതെ, ഈ സഞ്ജു സാംസന്റെ കാര്യം ഓർത്തിട്ട ദീപക്ക് പറയുക. ആര്? ആ ക്രിക്കറ്റ് പ്ലെയർ സഞ്ജുവോ? സഞ്ജുവിനെ ഓർത്ത് നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ സഞ്ജുവിന്റെ ഫാനാ. എന്ത് മണ്ണാങ്കട്ടിയാണെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രാജു അങ്ങ് പോയി. 6:59 ആയല്ലോ. പെട്ടെന്ന് ദീപക്ക് TV ഓൺ ചെയ്യുന്നു. രാജുവിനൊരു സംശയം, ഇവൻ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞതിനകത്ത് എന്തോ തരികടയുണ്ടല്ലോ. അങ്ങനെ TVയിൽ ന്യൂസ് വരാൻ തുടങ്ങി. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് KCPയുടെ സംസ്ഥാന പ്രസിഡന്റ് അനന്തൻപിള്ളയുടെ വാർത്താ സമ്മേളനം. TVയിൽ അങ്ങനെ അനന്തൻപിള്ളയുടെ ചർച്ച നടക്കുവാണ്. പുതിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു വാർത്ത ആരും വിചാരിച്ചു കാണില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശാശ്വത നന്മയ്ക്ക് വേണ്ടി ഇവിടെ അനിവാര്യമായ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഇത് മാറ്റത്തിൻ്റെ ഒരു ശങ്കലി മുഴങ്ങുന്നു. വലിയൊരു കോളിളക്കത്തിന് തിരശ്ശീല വീഴുന്നു. രാജുവും ദീപക്കും അങ്ങനെ TV നോക്കി നിൽക്കുക. അനന്തൻപിള്ള പറയുക, KCP അങ്ങനെ രണ്ടായിട്ട് പിളരുവാണ്. സംസ്ഥാന പ്രസിഡന്റായ ഞാനും KCPയുടെ 38 MLA-മാരും മറ്റു സംസ്ഥാന നേതാക്കളും ഈ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു. എന്താ നടക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ പൊട്ടൻ ദീപക്ക് വലിയ സന്തോഷത്തോടെ ചിരിക്കുവാണ്. അനിവാര്യമായ കൂട്ടരാജിയിലേക്കും പാർട്ടി പിളർക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചതും പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ചയും രാഷ്ട്രീയ ഏകാധിപത്യവുമാണ്. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും ആശയങ്ങൾക്കും വിപരീതമായ ചില പാർട്ടി നേതാക്കന്മാർ അവരുടെ തീരുമാനങ്ങളുമാണ് ഞങ്ങളെ ഈ രാജിയിലേക്ക് നയിച്ചത്. പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ചയിൽ
പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ കൂട്ടരാജി. ആ ന്യൂസ് കേട്ട് രാജു ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഓടുന്നുണ്ട് അങ്ങോട്ടോ. രാജു ഓടിപ്പോയത് പ്രതാപനെ വിളിച്ചോണ്ട് വരാനാണ്. പ്രതാപനെ വിളിച്ചോണ്ട് വന്ന് ടിവിയിലെ ന്യൂസ് കാണിക്കുവാണ്. ടിവിയിൽ അങ്ങനെ റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട് KCP പിളർന്നു, പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ച. അപ്പോഴങ്ങോട്ട് ഋതികയും യാമിനിയും ദാണ്ട് അംബികയും എളുപ്പം വരുന്നുണ്ട്. അനന്തം പിള്ളയും 38 MLA-മാരും അനവധി സംസ്ഥാന നേതാക്കളും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അപ്പോഴങ്ങോട്ട് ദീപക്കും വലിയ സന്തോഷത്തോടെ വന്ന് നിൽക്കുവാണ്. അനന്തംപിള്ള പറയുവാണ്, പ്രതാപവർമ്മയുടെ അയാൾക്ക് പകരം വന്ന അയാളുടെ സഹോദരിയായ മന്ത്രിയായ അംബികാവർമ്മയും അഴിമതിയും സ്വജനപക്ഷപാതവും സഹിക്ക വയ്യാതെയാണ് ഞങ്ങൾ ഈ കടുത്ത തീരുമാനമെടുത്തത്. പ്രതാപം സങ്കടം കൊണ്ടിങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുക. അംബിക ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദീപക്കാണെങ്കിൽ വലിയ പ്രതീക്ഷ നിൽക്കുക, ഇപ്പോഴവനെ മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു. അനന്തംപിള്ള പറയുക, വർമ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഈ സ്റ്റേറ്റ് മുഴുവൻ അലയടിക്കുവാണ്. അഴിമതി വീരനായ പ്രതാപവർമ്മയെയും കിട്ടിയ തക്കത്തിന് കോടികളുടെ അഴിമതി കാണിച്ച അയാളുടെ പെങ്ങൾ അംബികയെയും പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ അംബികവർമ്മ നടത്തിയത് കോടികളുടെ അഴിമതിയാണ്. അംബികയുടെ കേസ് വർമ്മ സ്വയം ഏറ്റെടുത്തത് അത് അയാളുടെ ഇരട്ടത്താപ്പാണ്. ഞാൻ ഈ കാര്യം വർമ്മയോട് സംസാരിച്ചു നോക്കി. എത്ര പൈശാചികവും ക്രൂരവുമാണ് അയാളുടെ സമീപനമെന്ന് ഞാൻ നോക്കുക. അവന് മുഖ്യമന്ത്രി സ്ഥാനവും കോടികളും കൈക്കൂലി തന്നാലേ അയാള് അംബികയെ മന്ത്രിസ്ഥാനത്തിൽ നിന്നും മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. പ്രതാപന് സങ്കടവും ദേഷ്യവും വന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ആർക്കോ മന്ത്രി സദാശിവനായിരുന്നു. അയാൾ പറയുന്നുണ്ട്, ഞാനാടോ സദാശിവൻ. സാറിതൊക്കെ കേട്ടില്ലേ? എടോ, ഞാനും കേട്ടോണ്ടിരിക്കുവാണ്. ഇതൊക്കെ ചതിയാണ് വർമ്മേ. അനന്തംപിള്ള കോടികൾ എറിഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാമുകളായി നടത്തുന്നത്. എനിക്ക് തന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ, എടുത്തുചാടി താൻ ഒരു തീരുമാനവും എടുക്കരുത്. തൽക്കാലം താൻ സംയമനം പാലിക്കണം. അംബികയ്ക്കും മകന്റെയും തലയ്ക്ക് അടി കിട്ടിയതുപോലെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. അംബിക പെട്ടെന്ന് ദീപക്കനെ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കൊണ്ടുവന്നിട്ട്, വാടാ ഇങ്ങോട്ട്. അമ്മയൊന്ന് സമാധാനപ്പെടമേ. ഞാൻ എങ്ങനെ സമാധാനപ്പെടുമെന്നാ നീ പറയുന്നത്? ആ വൃത്തികെട്ടം കാണിച്ചത് എന്തൊരു ചതിയാ. വിശ്വാസവഞ്ചനയല്ലേ അവൻ കാണിച്ചത്? പൊട്ടൻ ദീപക്ക് മനസ്സിൽ പറയാ, എന്റെ ദൈവമേ, അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഞാനും അനന്തനങ്ങളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പക്ഷെ അമ്മ ഇടഞ്ഞാലും പ്രശ്നമാകും. പക്ഷെ എന്ത് ചെയ്യാം? എടാ ദീപക്ക, നീ എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? നീ വണ്ടി എന്നെടുത്തേ. അയാളോട് ചോദിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം. ദീപക് അംബികയെ തടയുക. അമ്മേ പറയുന്ന കേക്ക്, പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മേ, അങ്കിള് കാണിക്കുന്നതിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങൾ കാണും. ഇതാ എന്ത് രാഷ്ട്രീയ തന്ത്രമെന്നാ നീ പറയുന്നത്? അയാളെ പ്രസ് മീറ്റിംഗിൽ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നീയും കേട്ടില്ലേ? എൻ്റെ അമ്മേ, അതൊക്കെ ഞാനും കേട്ടു. പക്ഷെ എടുത്തു ചാടി നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് പോകണം ദീപക്കെ. ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ചതിയാ. ഇതിനെപ്പറ്റി എനിക്ക് ചോദിച്ചേ പറ്റൂ. അമ്മേ, നമുക്ക് ചോദിക്കാം. എൻ്റെ അമ്മയൊരു അല്പം ഒന്ന് വെയിറ്റ് ചെയ്യ്. എനിക്ക് വേണ്ടിയെങ്കിലും അമ്മേ പ്ലീസ് അമ്മേ. ദീപക് എന്നിട്ട് എന്തൊക്കെയോ അംബിയോട് പറയുന്നുണ്ട്. അംബികയുടെ മുഖത്ത് പല എക്സ്പ്രഷൻസ് ഇങ്ങനെ മാറി മറിയുന്നുമുണ്ട്. പ്രതാപനാകെ ദേഷ്യമൂത്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ ഫോണെടുത്ത് ആരോടോ അലറുക. ഇതൊക്കെയാണോടാ നിന്റെ മറ്റേക്കെ ആദർശം? കെട്ടുകണക്കിന് നോട്ടുകൾ കാണുമ്പോൾ കണ്ണുമഞ്ഞളിച്ച് കാലുമാറുന്നതാണോടോ ഒരാളുടെ വ്യക്തിത്വം? നിർത്തടാ. ഇത്രയും നാളും തന്നെയൊക്കെ വിശ്വസിച്ച അണികളെ അനുയായികളെയൊക്കെ താൻ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? എടോ, രാഷ്ട്രസേവനം, സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ജനങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നോ ചെയ്തേ? അനന്തംപിള്ള ചാക്ക് കണക്കിന് നോട്ട് തരാമെന്ന് പറഞ്ഞാ താൻ ഇനി വേറെ പലതും ചെയ്യുമല്ലോടോ. തനിക്കൊക്കെ നാണമില്ലേടോ? പോയി സൂയിസൈഡ് ചെയ്യടോ. പ്രതാപൻ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് രാജുവും ഋതിയും സങ്കടത്തോടെ നോക്കി നിൽക്കുക. പ്രതാപന് ഒരു കാരണവശാലും ടെൻഷൻ കൊടുക്കരുതെന്ന് പത്മാവതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി മഴയും വെയിലും കൊണ്ട് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ്. അതാ ലോകദ്രോഹി ഒരുത്തൻ തകർത്ത് കളഞ്ഞില്ലേ? ഋതിയെ കരഞ്ഞോണ്ട് പറയാം, അച്ഛൻ ടെൻഷനാകല്ലേ, എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാ. രാജുവും പറയുന്നുണ്ട്, സാറേ ഒന്ന് സമാധാനപ്പെടും. ഞാൻ എങ്ങനെ സമാധാനപ്പെടും രാജു? മഹാദേവവർമ്മ സാറിന്റെയോ എന്റെയോ പൊൻകുന്നം സദാശിവൻ സാറിന്റെയോ ത്യാഗോജലമായ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതല്ല ഈ പാർട്ടി. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാ, പ്രത്യാശയാ, അവരുടെ ഏക ആലംബമാണ്. വിയർക്കുന്നവന്റെയും വിശക്കുന്നവന്റെയും കണ്ണീരൊഴുക്കുന്നവന്റെയും ആലംബഹീനരുടെ ആശ്രയവും അതല്ലേ അവർ തകർത്ത് കളഞ്ഞത്. ആ ഫ്രോഡ് അനന്തംപിള്ള ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞതേ ഒരു വലിയ പ്രസ്ഥാനത്തെയാ. അവന്റെ ദുഷിച്ച നാവ് കൊണ്ടും പിഴച്ച പണം കൊണ്ടും അവൻ താറുമാറാക്കിയത് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു വലിയ
ആദർശ സംഹിതയാണ്. ആ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, അതിനെയാണ് അവൻ കത്തിച്ച് കരിച്ചു കളഞ്ഞത്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ, എൻ്റെ അച്ഛന് ബി.പി കൂടും. കൂടട്ടടി, ചെറിയ കാര്യമൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നത്. എൻ്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും അധ്വാനത്തെ അവൻ നോട്ടുകെട്ടുകൾ ഇറക്കി നശിപ്പിച്ചു കളഞ്ഞത്. ദേഷ്യവും സങ്കടവും കൊണ്ട് തിളച്ചു മറിയുന്ന പ്രതാപനെ എന്ത് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാന് രാജു പറയാം, സാറേ തൽക്കാലം ഒന്ന് സമാധാനപ്പെട്. തൊണ്ടയിടറി കരഞ്ഞോണ്ട് പ്രതാപം പറയാ, പറ്റില്ല, എനിക്ക് പറ്റില്ല രാജു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രപഞ്ചമാണ് തകർന്നത്. എൻ്റെ ജീവശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ പാർട്ടി. അതെനിക്ക് എൻ്റെ പ്രാണനേക്കാൾ വലുതായിരുന്നു. പ്രതാപൻ കരഞ്ഞോണ്ട് പറയുക, ഞാൻ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഋതിക ദേഷ്യത്തോടെ പറയാം, അതെങ്ങനെയാ? അച്ഛനെ ചിലരൊക്കെ ചേർന്ന് കട്ടിലിൽ കിടത്തിയതല്ലേ? ഇപ്പോഴച്ഛന് മനസ്സിലായില്ലേ ഇതൊക്കെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നെന്ന്? സാറ് വീണതിന് ശേഷമാണ് ആ അനന്തംപിള്ള ഇതൊക്കെ തന്ത്രപൂർവ്വം ചെയ്തത്. എനിക്ക് പകരക്കാരനായ ഒരു അമരക്കാരൻ ഈ പ്രസ്ഥാനത്തിൽ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. സാറിനോട് നേരിട്ട് എതിരിടാൻ ആ അനന്തംപിള്ളയ്ക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ കാശിറക്കി വൃത്തികെട്ട കളി കളിച്ചത്. അയാളെ മാത്രം എന്തിനാ രാജു കുറ്റം പറയുന്നത്? അയാൾ കാശ് വെച്ച് നീട്ടിയപ്പോൾ വാങ്ങിച്ചവന്മാരും അത്ര നല്ലവന്മാരല്ലല്ലോ. ഓർക്കുമ്പോൾ ഞാൻ നടുങ്ങുക രാജു. എനിക്ക് എൻ്റെ ലോകം ഇല്ലാതായതുപോലെ. ഋതികയ്ക്കാകെ പേടിയായി. പ്രതാപന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ? അച്ഛൻ ഒന്ന് സമാധാനപ്പെട്. തൽക്കാലത്തേക്ക് കുറച്ചു നേരത്തേക്ക് അതൊക്കെ ഒന്ന് മറക്ക്. എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. നിങ്ങൾ ചെല്ല്, എനിക്ക് കുറച്ചു നേരം ഒന്ന് സ്വസ്ഥതയായിട്ടിരിക്കണം. ഋതികൻ രാജുയുടെ അകത്തോട്ട് വരുമ്പോൾ അംബികയും മകനും എവിടെയോ പോകാനായിട്ടുള്ള വരവ. ഋതിക അങ്ങോട്ട് ദേഷ്യത്തോടെ ചെന്നിട്ട്, നിൽക്കവിടെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പാർട്ടി പിളർക്കാൻ കൂട്ടുനിന്നതിന് നിങ്ങൾക്ക് എത്ര ഒറ്റുകാശ് കിട്ടി? നീ എന്താടി പറയുന്നത്? പാർട്ടി പിളർക്കാൻ ഞാൻ കൂട്ടുനിന്നോ? നിനക്കെന്താടി പ്രാന്തുണ്ടോ? പ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ. എൻ്റെ അച്ഛനെയും ഞങ്ങളെയൊക്കെ തകർക്കാനുള്ള പ്രാന്ത്. അങ്ങോട്ട് മാറടിയ വഴിന്ന്, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പോകണ്ട. ഇതിന് മറുപടി പറഞ്ഞിട്ടേ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടൂ. ഋതികയുടെ കൈ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അംബിക പറയാം, വേണ്ടേ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, പക മനസ്സിൽ മാത്രം വെച്ചിരിക്കണം. അതും കൊണ്ട് എൻ്റെ നേരെ വരണ്ട. പാർട്ടി പിളർക്കാനേ അനന്തംപിള്ളയെ ചാക്കി കെട്ടി ആ പൈസ കൊണ്ടുവന്ന് തന്നത്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഉടനെ ശിഖണ്ഡി ദീപക്ക് പറയാം, ഇവളെ വല്ല ചങ്ങലിലങ്ങണം കെട്ടി ഊളംപറലങ്ങണം കൊണ്ടാക്ക്. രാജു, ഡോഡോഡോ, നീ ഇതിലൊന്നും ഇടപെടണ്ട. അളിയനെ ഒന്ന് അടങ്ങി അവിടെ നിൽക്ക്, അല്ലെങ്കിൽ നിന്റെ തടി കേടാവും. യാമിനിയും ശേഖരനും വന്നിട്ടുണ്ട്. ശേഖരൻ പറയാം, എടാ നീ നിന്റെ അമ്മയും കൂടെ എത്ര വെള്ളിക്കാശിനാടാ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തത്? ആ കാര്യമാടാ ഋതുമോളെ ചോദിച്ചത്. ദീപക്ക് ദേഷ്യത്തോടെ ശേഖരനോട്, ഡോ മര്യാദയ്ക്ക്. അത് കേട്ട് രാജു അടങ്ങിയിരിക്കുക. ഡാ എന്നും പറഞ്ഞ് രാജു ദേഷ്യത്തോടെ അവന്റെ നേരെ കൈകൊണ്ടുപോവാണ്. നിന്നോടാ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞത്. ഋതിക പറയാ, നിങ്ങളും മകനും കൂടെ കുറെ നാളുകൊണ്ട് ആ അനന്തംപിള്ളയുടെ പുറകെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മന്ത്രിയാകാൻ വേണ്ടി നിങ്ങളും ദേണ്ട ഇവനും ആ അനന്തംപിള്ളയും ചേർന്നല്ലേ എൻ്റെ അച്ഛനെ വീഴ്ത്തിയത്? ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ അംബിക പറയാ, കെട്ടുകഥകൾ ഉണ്ടാക്കി വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പിനെ ഞാൻ വീഴ്ത്തിയെന്നോ? ആഹാ, എന്തൊരഭിനയം അമ്പിയെ. ഋതിയെ ഒരു കളിയാക്കൽ. ഓ പിന്നെ ഒരമ്മ. നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുന്ന നാടകങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അംബിക പറയാ, ഒരു തെളിവുമില്ലാതെ നീ വെറുതെ അപവാദം വിളിച്ച് പറയരുത്. ശേഖരനൻ ദേഷ്യം കൊണ്ട് തിളയ്ക്കുക. ഋതുമോള് പറഞ്ഞാൽ സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ശേഖരേട്ട ഹോസ്പിറ്റലിൽ കിടന്ന ചേട്ടന് ബോധം തെളിയുന്നതിന് മുമ്പ് നിങ്ങൾ മന്ത്രി കസേരയിൽ കയറിയിരുന്നത്. യാമിനിയുടെ ചോദ്യത്തിന് അംബിക, എന്താടി നീയൊക്കെ സംഘം ചേർന്ന് ആക്രമിച്ചാൽ അംബിക വർമ്മ അങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുപാടി. അല്ലാതെ നീ ഇവരുടെയൊക്കെ മുന്നിൽ ഓവർ സ്മാർട്ട് കളിക്കാതെ വായിത്തോന്നൊക്കെ വിളിച്ച് പറയരുത്. ഋതിക വിടുവോ? നിങ്ങളെ മന്ത്രിയാക്കിയത് പാർട്ടി പ്രസിഡന്റായ ആ അനന്തംപിള്ളയല്ലേ? എന്താ അത് സത്യമല്ലേ? അംബിക ഉടനെ പറയൂ, അത് സത്യമല്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാണ് എന്നോട് അപേക്ഷിച്ചത്. അങ്ങനെയാ ഞാൻ മന്ത്രിയായത്. രാജുവിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇവര് മന്ത്രിയായില്ലെങ്കിലേ ഈ സംസ്ഥാനം മൊത്തം അങ്ങ് കടലെടുക്കുമായിരുന്നു. കാൽക്കാശിന് വിവരമില്ലാത്ത ഒരു മന്ത്രി. രാജു, ഈ അംബികയും ഈ മരങ്ങോടനും ഉണ്ടല്ലോ, ആനന്ദംപിള്ളയും ഒറ്റ കയ്യാ. അതാണല്ലോ നിങ്ങൾ ലോക്കപ്പിൽ കിടന്നപ്പോൾ അയാൾ ജാമ്യത്തിന് വന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണല്ലോ എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ തന്നെ തകർത്തത്. ഈ സത്യം നിങ്ങളിപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ പറയണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ അംബികയുടെ കൈക്ക് പിടിച്ച് വലിക്കുവാണ് ഋതിക. അത് കണ്ടിട്ട് രാജു പറഞ്ഞു, ഋതു തൽക്കാലം അവരെ വിട്, അല്ലെങ്കിൽ തന്നെ വർമ്മ സാർ ഇപ്പോൾ ആകെ ടെൻഷനില്ല. ഇനി ഇതുകൂടെ കേൾക്കുമ്പോൾ സാറിൻ്റെ ടെൻഷൻ ഇരട്ടിയാകും. ഇവർക്കുള്ള പൊതുവിചാരണയ്ക്കും വിധിക്കും സമയം ഇനിയും കിടക്കുമല്ലേ ഋതു?
അത് വർമ്മ സാറിൻ്റെ കോടതിയിൽ സാറ് തന്നെ വിധി പറയുന്ന ഒരു ദിവസം വരും. എന്നിട്ട് ദീപക്കിനെ നോക്കി പറയാം, ഡാ വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മേ. അംബിക രാജുവിനോട് പറയാം, എടാ നിരന്തരം നീ എന്നോട് പക വീട്ടുക. ഞാനത് തൽക്കാലം ക്ഷമിക്കുന്നത് ഇവൻ പറഞ്ഞതുപോലെ എനിക്കും ഒരു ദിവസം വരും, നീ കരുതിയിരുന്നോടി. വാടാ ദീപക്കെ എന്നും പറഞ്ഞ് ദീപക്കനെ വിളിച്ചോണ്ട് അംബിക പോവുകയാണ്. TV-യിൽ അനന്തംപിള്ളയുടെ ആ വാർത്താ സമ്മേളനം കണ്ട് രുക്മിണിയും മകൻ ഹരീഷും ശ്രീലക്ഷ്മിയെല്ലാം ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ചിരിച്ചു ഇങ്ങനെ മറിയുവാണ്. ഹരീഷാണെങ്കിൽ കൈയടിച്ച് ചിരിക്കുക. ആ പ്രതാപവർമ്മയുടെ പ്രതാപകാലം കഴിഞ്ഞു. അയാൾക്കുള്ള പണി നല്ല 16-ൻ്റെതാ കിട്ടിയത്. രുക്മിണി ചോദിക്കുക, എടാ മോനെ അയാളുടെ പാർട്ടി പിളർന്നു അല്ലേ? അമ്മ പിളർന്നെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, പന്നിപ്പടക്കം പൊട്ടിയതുപോലെ പൊട്ടിച്ചെതറിയെന്ന് പറഞ്ഞാൽ മതി. എടാ മോനെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ന്യൂസ് കേൾക്കാനാടാ ഇഷ്ടം. ശ്രീലക്ഷ്മി പറയാം, എന്തായിരുന്നു ആ ഋതികയുടെ അഹങ്കാരം, ഇനി അവളുടെ മുഖം എനിക്കൊന്ന് കാണണം. വർമ്മയ്ക്കും മോക്കുവേ കുറേ നാളുകൊണ്ട് അല്ലെങ്കിൽ നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ ബോംബ്ലാസിങ്ങിന് അയാൾ കഷ്ടിച്ച രക്ഷപ്പെട്ടത് ഇപ്പം നോക്കിക്കോ, അനന്തംപിള്ളയുടെ വക അടുത്ത പണി. എടാ മോനെ എനിക്കിതൊന്ന് ആഘോഷിക്കണം, ഞാൻ എന്താണ് ഇപ്പം വരാവേ എന്നും പറഞ്ഞ് രുക്മിണി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. എടി ശ്രീ, ഇപ്പം അമ്മ പോകുന്നത് നിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ മെക്കിട്ട് കയറാനാണെന്ന് തോന്നുന്നു. അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ, എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ കുറച്ച് ഡോസ് കിട്ടണം. പത്മാവതിയും TV-യിലെ ന്യൂസ് കാണുവാണ്. അനന്തംപിള്ളയും 38 MLA-മാരും മറ്റു സംസ്ഥാന നേതാക്കളും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. പത്മാവതിയുടെ വിഷമം കണ്ട് അവളുടെ തോഴി പറയുന്നുണ്ട്, മേഡം വിഷമിക്കാതെ, അദ്ദേഹം വളരെ ശക്തനും ബുദ്ധിമാനുമായ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുള്ള ചുരുക്കം ചില മിനിസ്റ്റർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഈ സാഹചര്യമൊക്കെ വെറും നിസ്സാരമായിരിക്കും. എനിക്ക് തോന്നുന്നു സാർ ഇപ്പം തന്നെ ബുദ്ധിപൂർവമായി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകുമെന്ന് പത്മ പറയാ. സുജാതെ ആശ്വാസമാക്കുന്ന രീതിയിൽ, നീ പറയുന്നതൊന്നും ഇപ്പോൾ എൻ്റെ തലയിൽ കയറില്ല. നീ പെട്ടെന്ന് എനിക്ക് ആ BP-യുടെ ടാബ്ലറ്റ് ഇങ്ങോട്ട് എടുത്തതാ, എല്ലാം കൂടെ കേട്ട് എൻ്റെ തല പെരുക്കുക. എന്ത് ചെയ്യാനാ സുജാതെ, അദ്ദേഹം വളരെ ബുദ്ധിമാനും ശക്തനും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും അങ്ങോട്ട് ശരിയായിട്ടില്ല. മനസ്സിനുണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വളരെ ആപത്തായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാഡം. പക്ഷെ മാഡം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ആദ്യം പരവേശമൊക്കെ അദ്ദേഹത്തിനെ ഓർത്തിട്ടാ സുജാതെ. പാപം ഇപ്പം എന്ത് ചെയ്യുമായിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഒരു തരി തീ വീണാലും ആ തീ ആളി കത്തിക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. സുജാത പറയാ, നമുക്ക് ഋതുമോളെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? ഇപ്പോൾ വേണ്ട, അവളും ടെൻഷനിലായിരിക്കും. വർമ്മ സാറിൻ്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ അനന്തംപിള്ള അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് വളരെ മോശമാണ്. അവൻ ഒരു കാലത്തും ഗതി പിടിക്കാതെ പോകത്തേ ഉള്ളൂ മാഡം. ഇത് രാഷ്ട്രീയമല്ലേ സുജാതെ? വീണ് കിടക്കുന്നതിനെ കല്ലെറിഞ്ഞില്ലാതാക്കാനേ ശത്രുക്കൾ ശ്രമിക്കുകയുള്ളൂ. മരണത്തിലേക്ക് വഴുതിപ്പോകാതെ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താനായി ദൈവം എനിക്കൊരു അവസരം തന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഈ ചതിക്കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശത്രുക്കളും വർമ്മ സാറിൻ്റെ സ്വന്തം സഹോദരിയും എത്രയൊക്കെ തളർത്തിയാലും ജനങ്ങളുടെ മനസ്സിൽ സാർ ഉണ്ടാക്കി വെച്ച ഇമേജിന് യാതൊരു കോട്ടവും തട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപവർമ്മയുടെ തകർച്ചയ്ക്ക് പിന്നിൽ അംബികയാണെന്നുള്ള സത്യം പ്രതാപൻ എപ്പോൾ തിരിച്ചറിയും? തിരിച്ചറിഞ്ഞാലും ആ പ്രതാപൻ ഒന്നും തന്നെ ചെയ്യില്ല. പ്രതാപൻ അതുതന്നെയാണല്ലോ പ്രതാപൻ്റെ സ്വഭാവം. ഇനി എന്തായിരിക്കും അടുത്ത കാര്യങ്ങളെന്ന് അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.